നമസ്കാരം അമ്മ. നമസ്കാരം. പേരെങ്ങനെയാ? സിജിമോൾ ബി എം. എവിടെയാ വീട്? പാളകെട്ടി എന്ന് പറയുന്നത് എന്തോ പാലാടുത്ത് അല്ലേ? പോണ്ട പേട്ട. പേട്ട, ഇരറ്റുപേട്ട. ആഹാ. എന്ത് അസുഖമായിട്ടായിരുന്നു വന്നേ? എനിക്ക് തുമ്മല, ജലദോഷം, പൊടിയടിക്കാൻ മേല, ഇങ്ങനെയുള്ള എല്ലാ അലർജി പ്രശ്നമായിരുന്നു മൊത്തം. എത്ര കാലമായിട്ടുണ്ടായിരുന്നു? വർഷങ്ങൾ കുറേ ആയതാ. ആണല്ലേ? ഏറെ മരുന്നുകൾ, ഹോമിയോ കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദം എല്ലാം കഴിച്ചിരുന്നു. എനിക്ക് കഴിക്കുമ്പം ചെറിയ കുറവുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആയിയാണ് ലാസ്റ്റാണ് ഡോക്ടർ എടുത്ത് വരുന്നത്. ഇന്ന് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി മാറി, അത് നല്ലപോലെ കുറഞ്ഞു. എത്ര ശതമാനം കുറഞ്ഞു കാണും? ഇപ്പൊ ഇല്ല, തുമ്മലും ജലദോഷമൊന്നും ഇല്ല. 100% കുറഞ്ഞു. ഒത്തിരി സന്തോഷം. അന്ന് അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നോ? ചെയ്തു. അതിൽ കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റിയോ? നമ്മളത് ഉപേക്ഷിച്ചപ്പോൾ തന്നെ അതിനകത്ത് വ്യത്യാസം വന്നോ? ഭക്ഷണത്തിലുള്ള അലർജി, പൊടിയുണ്ട്, നല്ലതായിട്ടുണ്ട്. ശരിക്കും ഇമ്മ്യൂണോതെറാപ്പി എടുക്കേണ്ടി വന്നില്ല. അതിന് ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ കുറേ മാറ്റം ഉണ്ടായല്ലേ? സാധാരണ ഇമ്മ്യൂണോതെറാപ്പി നമ്മൾ തുള്ളിമരുന്നായിട്ട് നാവിനടിയിൽ ഇറ്റിക്കുന്ന മരുന്നായിട്ടാണ് തരുന്നത്. അതിൻ്റെ ആദ്യത്തെ പടി എന്നുള്ള രീതിയിലാണ് ഇഞ്ചക്ഷൻ നമ്മൾ എടുത്തത്. അതുകൊണ്ട് തന്നെ 100% മാറിയെന്നാണ് എൻ്റെ പറയുന്നത്. ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞോട്ടെ, ആർക്കെങ്കിലും ഇതുപോലെ അസുഖമായിട്ട് കഷ്ടപ്പെടുന്നവർക്കേ ഒന്ന് വിളിച്ച് ഇത് കുറഞ്ഞു എന്നറിയുന്ന ഒരു വലിയ സന്തോഷമാണല്ലോ. ഫോൺ നമ്പർ 9526170818. ഇതല്ലേ നമ്പർ? ഈ അലർജി ടെസ്റ്റിനെ കുറിച്ചും ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന പുതിയ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. എന്ത് അലർജി ആയിക്കോട്ടെ അത് നമുക്ക് ഒറ്റത്തവണ ചികിത്സ കൊണ്ട് മാറ്റാനായിട്ട് പറ്റും. എന്തായാലും വേറെ ഈ ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അല്ലേ? എല്ലാം മാറ്റമുണ്ടോ? അത് ഞാൻ ഭക്ഷണം നോക്കുന്നുണ്ട്. ഗ്യാസിന്റെ കഴിക്കാൻ മേലാത്ത കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അത് നമ്മൾ വയറ് വിശക്കാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കണം. കഴിച്ച് കഴിയുമ്പോൾ അത് കുറവുണ്ട്. ഇതേ പ്രശ്നങ്ങളായിട്ട് വന്നിരിക്കുന്ന കുറേ പേഷ്യൻസ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഇത് പൂർണ്ണമായിട്ട് മാറുന്നു എന്നറിയുന്നത് ഒരു വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരു വാക്ക് പറയുന്നവരും അപൂർവമാണ്. എല്ലാവരും ഒന്നും അങ്ങനെ നല്ലത് പറയത്തില്ല അല്ലേ? അപ്പോൾ ഡോക്ടറോട് ഒത്തിരി നന്ദി പറയാനുള്ളത്. ഒത്തിരി സന്തോഷം ആൻറ്റി. എന്തായിരുന്നാലും ഈ ഒരു അനുഭവം ബാക്കിയുള്ളവർക്കും ഒരു സന്തോഷമാകട്ടെ, സമാധാനം കൊടുക്കട്ടെ. നമ്മൾ അസുഖം പൂർണ്ണമായിട്ടും മാറണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഓരോരുത്തർക്കും മരുന്ന് കൊടുക്കുന്നത്. നമ്മൾ വീണ്ടും അസുഖമായിട്ട് വരുത്തിക്കാനല്ല വിചാരിക്കുന്നത്. ഒറ്റ തവണ വന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ടും മാറണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ആൻറ്റിക്കും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാവട്ടെ. നമ്മളിപ്പോൾ ഇതിൻ്റെ ചികിത്സയ്ക്ക് ഒത്തിരി ചിലവ് വന്നോ? ആൻറ്റിക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഒത്തിരി നമ്മളിപ്പോൾ ഇതിൻ്റെ സർജറി ചെയ്യുമ്പോഴും ഇതിന് വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കും. ഈ സെപ്റ്റോപ്ലാസ്റ്റി അല്ലെങ്കിൽ നീസൽ പോളിപെക്ടമി അല്ലെങ്കിൽ ഫെസ് എന്ന് പറയുന്ന സർജറിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ മൂക്കടപ്പ്, തുമ്മലൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള സർജറീസ് ചെയ്തെന്നാലും ആ അസുഖം പൂർണ്ണമായിട്ടും മാറില്ല എന്ന് മാത്രമല്ല, ഇത് കുറച്ച് വർഷം കഴിയുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും. മാത്രമല്ല ഇതിനു വേണ്ടി ഒത്തിരി പൈസയും മുടക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ 10-1 പോലും ചികിത്സാ ചിലവ് വന്നില്ലല്ലോ അല്ലേ? ഓക്കെ ആൻറ്റി. അപ്പോൾ സിജിമോൾ ആൻറ്റിക്ക് പ്രത്യേകം ഒരു താങ്ക്സ്. ഹാപ്പി ഓണം. ഇവിടെ ഒത്തിരി പേഷ്യൻസ് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു ആശ്വാസമാവട്ടെ. ഓക്കെ, ശരി.